ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. രാവിലെ എണീറ്റ് സിറ്റ് ഔട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ കേട്ടോ നല്ല മഴ കാണുന്നത്. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അയ്മണ്ണ് ചായയൊക്കെ കൊടുത്തു കേട്ടോ. അവന് രാവിലെ നേരത്തെ എണീക്കും കേട്ടോ എന്നെ പോലെ. പിന്നെ ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കുറച്ച് എടുത്ത് വെക്കാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇതാ മഴ ആയതുകൊണ്ട് അലക്കി വെച്ച കുറേ ഡ്രസ്സുകൾ അവിടെ ഇവിടെ ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. കുറേ മെഷീനിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ആറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറേ ബക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നല്ലൊരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചിക്കി ഉണക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ പത്തിരിയും മുട്ടക്കറിയുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. മുട്ട റോസ്റ്റ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സവാള ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വാടി ഏതാണ്ടൊക്കെ സെറ്റായി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുട്ടയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അയ്മൺ ഇവിടെ ഉണ്ട് കേട്ടോ. അവനൊന്ന് ഞാൻ ക്ലാസ് പറഞ്ഞയച്ചില്ല കേട്ടോ. റുത ക്ലാസ് പോയിട്ടുണ്ട്. ഇവനെന്താ ക്ലാസ് പോകാത്തതെന്ന് വെച്ചാൽ ഇവൻ നല്ല ജലദോഷവും പനിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞയച്ചില്ല കേട്ടോ. നല്ലോണം ഒന്ന് സുഖമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് റെസ്റ്റ് കൊടുത്തതാണ്. പിന്നെ റുത ക്ലാസ് പോയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുള്ളത്. എന്നും റുതയ്ക്ക് ചോറാട്ടോ ഞാൻ ഉച്ചക്കത്തേക്ക് കൊടുത്തയക്കുന്നത്. ഇന്ന് പിന്നെ അയ്മൻ ലീവ് ആയതുകൊണ്ട് അവൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയച്ചാട്ടോ. പിന്നെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ കുറച്ച് വെട്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ട് നോക്കിയാലുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ മുമ്പിൽ കവുങ്ങും തോട്ടവും അതുപോലെ പാടമൊക്കെ ഉണ്ട് കേട്ടോ. ആ പാടത്തു നിന്നാണ് കേട്ടോ അയ്മൺ മീനൊക്കെ പിടിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സപ്പോട്ട മരം. ഞാൻ നിങ്ങൾക്ക് സപ്പോട്ട മരം കാണിച്ചു തരുന്നതിൻ്റെ എടുക്കാം കേട്ടോ. ഒരു കിളി വന്നിട്ട് പഴുത്ത സപ്പോട്ടകൾ ഒക്കെ അങ്ങനെ കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ മുറ്റത്തേക്ക് പോയിട്ടോ മരത്തിൻ്റെ അടുത്തേക്ക്. മഴ കാരണം മുറ്റത്തേക്ക് ഇറങ്ങാൻ മടിയാണല്ലോ അല്ലേ. അതുകൊണ്ടാട്ടോ സപ്പോർട്ട് അങ്ങനെ പറിക്കാൻ വേണ്ടി ലേറ്റ് ആയത്. വന്ന് നോക്കിയപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. നല്ല മൂത്തത് കുറേ ഉണ്ട്. കുറച്ചൊക്കെ മുകളിലാട്ടോ. അതൊന്നും പിന്നെ പറിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ചെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയതൊക്കെ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ്. പിന്നെ കുറേ കിളികൾ കൊത്തിയൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ മരത്തിൽ തന്നെ. അതൊക്കെ ഞാൻ പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒരു സപ്പോർട്ടുകൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.